ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ അപ്പം എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്, ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എന്ന് പറയുന്നത് കുറച്ചൊരു നല്ലൊരു അത്ര സ്പൈസി കണ്ടൻ്റ് അല്ല, പക്ഷേ കഴിക്കാൻ വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് ആക്കാൻ പെട്ടെന്ന് ചെയ്യും. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറികൾ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കി കഴിക്കാം. ഇതിൻ്റെ കൂടെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും, കാരണം രാവിലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചിട്ട് പഞ്ചസാരയൊക്കെ വേറിയിട്ടൊന്ന് കഴിക്കാം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നോർമൽ പച്ചരി. അതിൻ്റെ കൂടെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചോറും, നിങ്ങൾ വെക്കുന്ന ഏതെങ്കിലും റൈസ് ഉണ്ടാവും വീട്ടിൽ, അത് 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പിൻ്റെ അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ് ഈ അളവൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതിന് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഉള്ളിയാണ്. ഒരു 2-3 കഷ്ണം ഉള്ളി, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജീരകം ജസ്റ്റ് ഒരു സ്പൂണ് മാത്രം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രൈൻഡർ മെഷീൻ എടുത്തിട്ട് ആ ഗ്രൈൻഡറിലേക്ക് കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത് അത്രയേ ഒഴിക്കുന്നില്ലൂ, ജസ്റ്റ് ഒരു മാത്രമല്ല വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് അരച്ചിട്ട് ആദ്യം ഫസ്റ്റ് ഒന്ന് കുറച്ച് അരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ബാച്ച് ഞാൻ അതേപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് അതും കൂടി ഒഴിച്ചിട്ട് ഈ ബാറ്റർ ആദ്യം അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിൽ കുറച്ചൊന്ന് ലിക്വിഡ് ആകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കും. ആദ്യം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഒഴിച്ചാൽ അത് അധികമാവും. അതുകൊണ്ട് ആ ബാറ്ററും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു തരി പോലെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല മിക്സാക്കി നല്ല സോഫ്റ്റ് ബാറ്റർ ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് ഇളക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ കൈ കൊണ്ട് ഇളക്കുമ്പോൾ നല്ല നീറ്റായിട്ട് മിക്സായി വരും. പിന്നെ നമ്മളെ കയ്യിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും കൂടി ഉണ്ടാവും. അപ്പം നമ്മളെ അപ്പത്തിൻ്റെ മിക്സ്ചർ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 7-8 മണിക്ക് ആ ഒരു ടൈമിങ്ങിനാണ് ഞാൻ അരച്ചത്. ഇതിപ്പോൾ രാവിലെ ഞാൻ എണീച്ചിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഒന്നും ഇടണ്ട, ഇപ്പം ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിനല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യുമ്പോഴേക്ക് നല്ല സെമി ബാറ്ററായി. നമ്മൾ ഈ ദോശൻ്റെ ബാറ്ററല്ല, ഏകദേശം കുറച്ചും കൂടി ലൂസ്, അങ്ങനെ ഒരു ബാറ്റർ. ഇപ്പോൾ ഞാൻ ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കയ്യിൽ ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് 1.5 കയ്യിലാണ് എടുക്കുന്നത്. കറക്റ്റ് 1.5 കയ്യിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. കൂടുതൽ ഇതാക്കിയണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിന് നല്ല ബബിൾസ് ആയിട്ട് വരും. പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂടി എടുത്ത് പൊത്തി വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണിത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന ഇത് വേഗം പെട്ടെന്നാണ് അപ്പം വന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അടിഭാഗം കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഓയിലൊന്നും ഇല്ല ഇതിൽ. മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് ഞാൻ ഓയിൽ ഫ്രീ ആക്കുന്ന അപ്പമാണ്. അപ്പം ഇതിന് വേറെ തന്നെ ടേസ്റ്റ്. ഇത് ചായക്ക് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് 1.5 കയ്യിൽ കണക്കാക്കിയിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുകയും വേണ്ട. അപ്പോൾ ബബിൾസ് ഇങ്ങനെ വരും. അപ്പോൾ അത് ബബിൾസ് വരുന്നത് നമ്മളെ തോട്ടപ്പെല്ലാം പോലെയാണ്, കണ്ണൂർ സ്റ്റൈൽ തോട്ടപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് വേർഷൻ തന്നെ പറയാം. ഇതിൽ മുട്ട ചേർക്കുന്നില്ല, തോട്ടപ്പത്തിലെല്ലാം മുട്ട ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പെട്ടെന്നാവും, 5 മിനിറ്റ് പോലും വേണ്ട. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെയും ജീരകത്തിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ്, ഒരു വേറെ തന്നെ ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോഫ്റ്റ് അപ്പമാണ്, ചൂടോടെ കഴിക്കാം. ഒന്നാമത് ഈ കുട്ടികൾക്ക് രാവിലെ തന്നെ 8 മണിക്കും 7 മണിക്കെല്ലാം ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ആക്കുന്ന ഒരു അപ്പമാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ് ആക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ഉള്ളിൻ്റെയും ജീരകത്തിൻ്റെ എല്ലാം മണം ഉണ്ടാവും.